പാലക്കാട്ടെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് കൗൺസിലർ എൻ ശിവരാജൻ. ആർ.എസ്.എസ് പറയുന്നതിനപ്പുറം തങ്ങൾക്ക് മറ്റ് നിലപാടുകളില്ല. പാർട്ടിക്കൊപ്പം നിൽക്കാനാണ് തീരുമാനമെന്നും ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗം കൂടിയായ ശിവരാജൻ മീഡിയ വണിനോട് പറഞ്ഞു. ഇന്നലെ ബി.ജെ.പി. ജില്ലാ അധ്യക്ഷനെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നേതാക്കൾ അതൃപ്തിയുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവരൊരു യോഗമൊക്കെ ചേർന്നിരുന്നു. ആ ഒരു അതൃപ്തി അറിയിച്ചതിൽ മുതിർന്ന നേതാവ് എൻ ശിവരാജനും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഏതായാലും ശിവരാജേട്ടാ, ഈ അധ്യക്ഷനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഈ ഒരു അഭിപ്രായമൊക്കെ അറിഞ്ഞു. എന്താണ് പുതിയൊരു നിലപാട്? പുതിയ നിലപാടൊന്നുമില്ല. ഞാൻ 65 കൊല്ലമായി RSS പ്രവർത്തകരാണ്. എനിക്ക് RSS നേതൃത്വം എന്ത് പറയണോ അതനുസരിക്കലാണ് എന്നെ സംബന്ധിച്ചോളം ഫസ്റ്റ്. ആ RSS നേതൃത്വത്തിലെ പാലക്കാട് റവന്യൂ ജില്ലയിലെ പ്രമുഖരായ നേതാക്കന്മാർ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചു. അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചു. ആശയത്തിന് ഞങ്ങൾ വിടുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ആശയം ഞങ്ങൾക്ക് RSSന്റെ തത്വാശ്രയം നടപ്പിലാക്കാനാണ് രാഷ്ട്രീയ രംഗത്ത് ബി.ജെ.പി. ആ ആശയത്തിന് ഞങ്ങൾ വിടുമെന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. RSS നേതൃത്വം തന്ന ഉറപ്പ് ഞങ്ങളത് പത്രക്കാരോട് പറയേണ്ടതില്ല. നിങ്ങൾ എന്തൊക്കെയായിരുന്നു നേതൃത്വത്തെ അറിയിച്ച പരാതികൾ? ഞങ്ങൾ RSS നേതൃത്വത്തോട് ഒരു പരാതി വരച്ചില്ല. അവർ വിളിച്ചിരുന്നു, ഒന്നും ചെയ്തേ പറഞ്ഞു. ഞങ്ങൾ പരിപൂർണമായി അംഗീകരിച്ചു. ഇന്നലെയുള്ള എല്ലാ കൗൺസിലർമാരും ഈ നിലപാട് സ്വീകരിച്ചു. RSS നേതൃത്വം പറഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പുറത്ത് വേറൊന്നുമില്ല. RSS ആണ് ഞങ്ങളുടെ മാതൃസംഘടന, ഞങ്ങളുടെ അമ്മയാണ്. ഇന്ന് രാവിലെ നിങ്ങളൊരു യോഗം ചേർന്നിരുന്നു. RSSന്റെ കാര്യത്തിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു എന്നൊക്കെ പറയുന്നു. അതിലാണോ ഈ ഒരു സമവായത്തിലേക്ക് എത്തിയത്? RSSന്റെ സമവായത്തിലല്ല. ആ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും ഞങ്ങളതനുസരിക്കും. ഇനിയിപ്പം ഈ പ്രശാന്ത് ശിവനെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ ഈ അതൃപ്തരായ നേതാക്കൾ? ബി.ജെ.പിയെ പിന്തുണയ്ക്കും. ബി.ജെ.പി. എന്റെ പാർട്ടിയാണ്, ഞാൻ ഉണ്ടാക്കിയ പാർട്ടിയാണ്. 1980 ഏപ്രിൽ 6 ബി.ജെ.പിയെ പിന്തുണയ്ക്കും. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണ് കൗൺസിലർ എൻ ശിവരാജന്റെ പ്രതികരണം.